കൊനിച്ചുവ നമസ്കാരം. എല്ലാവർക്കും ശ്രീസ് ജപ്പാൻ വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജപ്പാനിലുള്ള ട്രാൻസ്പോർട്ടേഷൻ. ഞാൻ ബസ്സിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ നിങ്ങൾക്കറിയാം, ബസ്സും ട്രെയിനും ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ബുള്ളറ്റ് ട്രെയിൻസും എല്ലാം ഉണ്ട് ഇവിടെ. ട്രെയിനുകളാണ് യൂഷ്വലി ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത്. 99% ആൾക്കാരും ട്രെയിൻ യൂസ് ചെയ്തിട്ടാണ് രാവിലെ ഓഫീസിലേക്ക് പോകുന്നത്. ഒരു 2 to 3 minutes ഗ്യാപ്പിൽ ട്രെയിനും ബസ്സസും ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കൺവീനിയൻ്റ് ആണ് ആൾക്കാർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ട്രെയിനിൽ ഡ്രൈവർലെസ് ട്രെയിൻ, അതായത് ഡ്രൈവർ ഇല്ലാത്ത ട്രെയിനും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജപ്പാനിലുള്ള ബസ്സിനെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. റീസെൻ്റ്ലി ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് എയർപോർട്ട് ലിമോസിൻ ബസ്സിലാണ്. നമ്മുടെ നാട്ടിലുള്ള വോൾവോ ബസ്സില്ലേ, അതുപോലത്തെ ഒരു ബസ്സിലാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ വലിയ ബസ്സാണ്. 50 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബസ്സാണ്. അതിൻ്റെ അടിയിൽ സ്റ്റോറേജിനുള്ള സ്പേസസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ ആ സ്റ്റോറേജിലേക്ക് വെക്കാനുള്ള സ്റ്റാഫുകൾ ഓരോ സ്പോട്സിലും ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടിക്കറ്റ് നമ്മൾ സാധാരണ ബസ്സിനകത്ത് എടുക്കുന്നതിനെക്കാട്ടിയും പുറത്തും എടുക്കാം. ഇവിടെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻസ് അവൈലബിൾ ആണ്. അപ്പം ആ വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ആൾക്കാർ സാധാരണ അകത്ത് കയറുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്ന പ്രത്യേകത, ഇവിടുത്തെ ബസ് നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബസ്സിൽ കണ്ടക്ടർ ഉണ്ടാവത്തില്ല. കണ്ടക്ടർ ലെസ് ബസ്സസ്സാണ് ഇവിടെ ഉള്ളത്. എല്ലാം മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഡ്രൈവർ സാറാണ്. അപ്പോൾ ഡ്രൈവർ സാർ ഇരിക്കുന്നതിൻ്റെ അടുത്തൊരു ചെറിയൊരു മെഷീനുണ്ട്. ആ ഒരു മെഷീനിൽ നിന്ന് യാത്രക്കാർക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ വെളിയിലത്തുള്ള വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ അകത്തുള്ള വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ 200 210 ഇട്ട് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ആ ബസ്സിൽ ട്രാവൽ ചെയ്യാം. അപ്പം ഇതെന്ന് പറയുന്നത് പിന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന ലിമോസിൻ ബസ്സാണ്. അതിൻ്റെ റേറ്റ് വേറെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ ഡ്രൈവർ സാറ് മാനേജ് ചെയ്യും. പുള്ളി കയറുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്കറ്റ് മേടിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കാം. എന്നിട്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് മൈക്രോഫോൺ ഉണ്ട്, അതുവഴി ചെയ്യും. അപ്പോൾ ആൾക്കാരെല്ലാം കൺവീനിയൻ്റായിട്ട് ഇരിക്കാം. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും ആൾക്കാരുടെ കയ്യിൽ ഒരു പാസ് ഉണ്ടാവും. അതായത് സുയിക്ക അല്ലെങ്കിൽ പാസ്മോ എന്നാണ് ആ പാസിന് പറയുന്നത്. ആ പാസിൽ നമ്മൾ പ്രീപെയ്ഡായിട്ട് നമുക്ക് ചാർജ് ചെയ്ത് വെക്കാൻ പറ്റും. ആ കാർഡിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്ക് ബസ്സിലേക്ക് കയറാൻ പറ്റും. അതൊക്കെയാണ് ഇവിടുത്തെ ബസ്സിൻ്റെ പ്രത്യേകത. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ നമുക്ക് ഉപയോഗപ്രദമായ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ശ്രീമാർ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അടുത്തൊരു വീഡിയോ വരുന്നവരെ വണക്കം എല്ലാവർക്കും. താങ്ക് യു വെരി മച്ച്.